ഹലോ അസ്സാം വലൈക്കും. ഞാനിപ്പോൾ കുറച്ച് മിക്സറും പിന്നെ അതുപോലെ വാനില ഐസ്ക്രീമും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയാലോ നമുക്ക്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. ഐസ്ക്രീം മാത്രമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊരു തോന്നലില്ല, ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതുമില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് മിക്സർ കണ്ടത്. അപ്പോൾ ഞാനൊരു ബൗളെടുത്ത് അതിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ മിച്ചറും കൂടെ അതിൽക്കിട്ട്. മിച്ചർ നമ്മളെ ചെറിയ തരിയുള്ള മിച്ചർ ഉണ്ടല്ലോ, എന്താ ബോംബെ മിച്ചറിന് അങ്ങനെ എന്തോ പേരെന്ന് തോന്നുന്നുണ്ട് പറയാം. അതും കൂടെ അതിൽക്കിട്ടിട്ട് കുറച്ചും കൂടെ ഐസ്ക്രീം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആ ഐസ്ക്രീം നന്നായിട്ട് മെൽറ്റാക്കണം കേട്ടോ. എന്നിട്ടൊന്ന് കഴിച്ച് നോക്കി നോക്ക്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് സംഭവം. ഇപ്പോൾ നമ്മളെല്ലാവരും വെറൈറ്റികളല്ലേ നോക്കണത്. പഴംപൊരിയും ബീഫും അത് കുറേ കാലമായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് നടക്കണം, അതുപോലത്തെ ഓരോ വെറൈറ്റികളല്ലേ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്ക്. എന്തായാലും മിച്ചറും എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവണം, കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ മിച്ചർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴും മിച്ചറിൻ്റെ ക്രഞ്ചിനെസ് ഒന്നും തീരെ പോണില്ല കേട്ടോ. നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ മിച്ചർ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനതവിടെ കുറച്ച് കഴിച്ചിട്ട് കണ്ടില്ല. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ മിച്ചറിൻ്റെ ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റും പിന്നെ ഐസ്ക്രീമിൻ്റെ മധുരവും തണുപ്പും ഒക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.